نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു 1.5 ആഴ്ച നമ്മുടെ പത്രമാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ പ്രയാസകരമായ ചില വാർത്തകൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയുമൊക്കെ ഉണ്ടായി. കുടുംബമായി ജീവിക്കുന്ന, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളുമൊക്കെയായി വളരെ സന്തോഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മുന്നിലാണ് നമ്മൾക്ക് പലപ്പോഴും ഭയപ്പാടുണ്ടാകുന്ന വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിലുള്ള 16 വയസ്സുകാരിയെയാണ് നമ്മുടെ മകന്റെ പ്രായത്തിലുള്ള ഒരാൾ അതിനിഷ്ഠൂരമായി കൊലപാതകം ചെയ്ത് ആത്മഹത്യ ചെയ്തു. ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾക്കറിയില്ല. കാരണങ്ങളൊക്കെ അന്വേഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് 18 വയസ്സ് മാത്രമുള്ള മുസ്ലിം ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്. ലഹരി ഉപയോഗിച്ച് തടഞ്ഞ വാപ്പയെ പലക കൊണ്ടടിച്ച് ആശുപത്രിയിലാക്കിയത് നമ്മുടെ കൗമാണ്, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട, നമ്മുടെ ജില്ലകളിൽപ്പെട്ട ആളുകളാണ്. മൂന്നാമത്തൊരു വാർത്ത വായിച്ചത് അതേപോലെ തന്നെ സങ്കടമുണ്ടാകുന്നതാണ്. അനുഭവമായി നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. കുടുംബം ആലോചിച്ച്, കൂട്ടുകാരാലോചിച്ച്, എല്ലാവരും ആലോചിച്ചൊരു വിവാഹം ഉറപ്പിക്കുകയും വിവാഹത്തിന്റെ 2 ദിവസം മുമ്പ് ആഭരണങ്ങളും പണവുമായി മറ്റൊരാളുടെ കൂടെ ആ പെൺകുട്ടി ഒളിച്ചോടുകയും അതിന്റെ ആഘാതത്തിൽ ആ വീട്ടിലെ വല്യമ്മ തളർന്നു വീണ് പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഒരു വെക്കേഷൻ കാലമാണ്, നമ്മുടെ കുടുംബത്തിന്റെ കൂടെയാണ്. മുമ്പൊക്കെ, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് വരെ കലാലയങ്ങളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾക്ക് പറയാനൊക്കെയുള്ള ഒരവസരമുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മുടെ മക്കളുടെ പ്രായത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ സങ്കടകരമാണ്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഒരു അങ്ങാടിയിലോ ഒരു കല്യാണ വീട്ടിലോ എവിടെയെങ്കിലും ഒരു ഓഫീസിലോ ഒരു 4-5 മുതിർന്ന ആളുകൾ, രക്ഷിതാക്കൾ ഒരുമിച്ച് ചേർന്ന് സംസാരിച്ചാൽ ആ സംസാരത്തിൽ എവിടെയെങ്കിലും ഒന്നുണ്ടാകും, പടച്ചോനെ ഇങ്ങനെയൊക്കെ പാടെ നമ്മളെ മക്കൾ വളർന്നാൽ എന്താകും, ഒരു സമാധാനം കിട്ടണില്ലല്ലോ, ഒരു സന്തോഷം കിട്ടണില്ലല്ലോ, അവർക്ക് വേണ്ടി ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു റാഹത്ത് അവരിൽ നിന്ന് കിട്ടണില്ലല്ലോ, പേടിയാകുണ്ടല്ലോ. സഹോദരങ്ങളെ, ആ ഭയത്തിൽ നിന്ന് നമ്മൾക്കൊരു മോചനം ഉണ്ടാകണം. നമ്മളൊരു മഹല്ലിൽ, ദീനിയായ മഹല്ലാണ്, നമ്മുടെ ഇസ്ലാമികമായി നമ്മൾ നടത്തുന്ന പാരന്റിങ്ങിൽ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ നടത്തുന്ന രക്ഷിതാക്കളുടെ വളർത്തലിൽ, ഞാനടക്കം നമ്മൾ വളർത്തുന്നതിൽ 1-2 വ്യത്യാസങ്ങൾ നിർബന്ധമായും നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അധികം വൈകാതെ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും കേട്ടുകൊണ്ടിരിക്കും. അതിലൊന്നെന്താണെന്നറിയോ? നമ്മുടെ മക്കൾ വഴി പിഴച്ചു പോയതിനു ശേഷം അവരെ ദീനിയാക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും രക്ഷിതാക്കൾ നടത്തുന്നത്. തെറ്റാണ്. ഒന്നുകൂടി ഞാൻ ആ വാചകം പറയാം. മക്കൾ വഴി തെറ്റിപ്പോയതിനു ശേഷം അവരെ നേരെയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഭൂരിപക്ഷം രക്ഷിതാക്കളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ, വഴി പിഴക്കുന്നത് വരെ പടച്ചവൻ നമ്മുടെ മക്കൾക്ക് നന്നാകാൻ വേണ്ടി നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ള അവസരത്തെ
നമ്മൾ ഉപയോഗപ്പെടുത്തുകയോ ആ കുട്ടിയെ ദീനിയാക്കുകയോ ചെയ്യാതെ പിഴച്ചു പോയതിനു ശേഷം ദീനിനെക്കുറിച്ചും തഖ്വയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കുന്ന തരത്തിലേക്ക് അവരെത്തിക്കാനുള്ള ശ്രമം, അതാണ് ഈ പലപ്പോഴും പല രക്ഷിതാക്കളും നടത്തുന്നത്. അത് ഫലം വളരെ കുറവുള്ളതും ഒരു വേള രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സഹോദരങ്ങളെ, ഒരു ചെറിയൊരു കാര്യം പറയാം. ഒരു കുടുംബത്തിൽ മരണം നടന്നു. ആ കുടുംബത്തിൽ 3 കുട്ടികളാണ്. മൂത്തത് ആൺകുട്ടിയാണ്, താഴെ 2 പെൺകുട്ടികളാണ്. ആ മൂത്ത ആൺകുട്ടി ആ മഹല്ലിൽ ഒരുപാട് ദീനിയായ പ്രോഗ്രാമുകളൊക്കെ നടക്കും. പക്ഷെ അവൻ പങ്കെടുക്കൂല, വാപ്പാക്കും ഉമ്മാക്കും അവൻ പങ്കെടുക്കണം എന്നില്ല. പക്ഷെ അവന്റെ 21ാമത്തെ വയസ്സിൽ കാർ ആക്സിഡന്റിലോ മരിച്ചു. ആ കുടുംബത്തിലെ ആദ്യത്തെ ആൺകുട്ടിയാണ്. ഇനി താഴെ 2 പെൺകുട്ടികളെ ഉള്ളൂ. ആ കാർ ആക്സിഡന്റിൽ മരിച്ച് തഅസിയത്തിന്റെ ഭാഗമായി നമ്മൾ ആ വീട്ടിലേക്ക് 3 ദിവസം പോയി. 3ാമത്തെ ദിവസം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമ്മ വന്ന് ഒന്ന് സംസാരിക്കണം, സമാധാനത്തിനാണ്. ആ സംസാരത്തിന്റെ അവസാനം ഉമ്മ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൗലവി, എന്റെ കുട്ടി പോയി, ആകണ്ടായതിന്റെ ആൺകുട്ടിയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല, പക്ഷെ ഞാൻ അതിനെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയാക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിലെ നീറ്റൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഇനി എന്റെ കുട്ടിക്ക് സ്വർഗം കിട്ടാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ് ഒരു ഉമ്മാന്റെ. 21ാമത്തെ വയസ്സിൽ എന്റെ കുട്ടി പോയി, ഇനി എന്റെ കുട്ടിക്ക് സ്വർഗം കിട്ടാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? രക്ഷിതാക്കളെ, നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ്, പച്ച മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിലെ ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയോ? നമ്മൾ ഈ വർത്താനവും നമ്മൾ ഈ കാട്ടിക്കൂട്ടലും നമ്മൾ ഈ പോഷ ലൈഫും നമ്മളെ തന്റെയൊക്കെ നിൽക്കും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പേരക്കുട്ടിയോ മരിച്ചു പോവുക. സോളെ, ആ മയ്യത്ത് കാണാൻ വേണ്ടി നമ്മുടെ മഹല്ലത്തെ കുടുംബത്തെ കൂട്ടുകാരന്മാര് അധ്യാപകരൊക്കെ വരിക. ഓരൊക്കെ മുന്നിൽ നമ്മളെ ഓനുമ്മാനും ബാപ്പാനൊക്കെ സഹായിക്കണ്ടേ, ഓനെ പള്ളിക്കൊക്കെ ഇല്ലാന്നേ ഉള്ളൂ, ഓള് പള്ളിക്കൊക്കെ ഇല്ലാന്നേ ഉള്ളൂ, അടുക്കളയിൽ നിന്നൊക്കെ സഹായിക്കണ്ടേ, ഓൾ ഇസ്ലാമിക വേഷം ഇല്ലാന്നേ ഉള്ളൂ, ബാക്കി ഇങ്ങനൊക്കെ നമ്മൾ ആളുകളുടെ മുന്നിൽ നമ്മുടെ കുട്ടിയെക്കുറിച്ച് നമ്മുടെ പേരക്കുട്ടിയെക്കുറിച്ച് എത്ര നന്നാക്കി പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പടച്ചോനെ, ഞാൻ പറഞ്ഞാൽ പോലും നിസ്കരിക്കില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ പോലും ദീനിയായി ജീവിക്കില്ലല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു ചെയ്യലില്ലല്ലോ എന്ന് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കുറ്റബോധം പേറി ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. ഞാൻ ആ ഉപ്പയോട് ഉമ്മയോട് പറഞ്ഞ വാചകം, ഇതാ മാത്തൽ ഇൻസാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചോളിൻ. പക്ഷെ ദീനിന്റെ നിയമം എന്താ അറിയോ? ഇതാ മാത്തൽ ഇൻസാൻ, നമ്മുടെ കുട്ടി മരിച്ചു, നമ്മൾ മരിച്ചു, ഇൻഖതഅമലുഹു, സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ അവസരം കഴിഞ്ഞു. 21ാമത്തെ വയസ്സിൽ മരിച്ചാലും കഴിഞ്ഞു, 18ാമത്തെ വയസ്സിൽ മരിച്ചാലും കഴിഞ്ഞു, 35ാമത്തെ വയസ്സിൽ മരിച്ചാലും കഴിഞ്ഞു. ദുനിയാവിൽ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ ചെയ്തതിനനുസരിച്ച് സ്വർഗ നരകം ഉണ്ടാവും. രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. അവർ ദീനിയാക്കി വളർത്താൻ, ദീനിലേക്ക് അവരെ എത്തിക്കാൻ, ദീനുള്ള ചങ്ങാതിമാരുടെ കൂടെ പറഞ്ഞേക്കാൻ അവർ വഴിപഴക്കാൻ കാത്തിക്കരുത്, തെറ്റിപ്പോകാൻ കാത്തിക്കരുത്. കാരണം എന്താ അറിയോ? നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി ആലോചിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഈ പള്ളിയും പറമ്പിൽ നിന്ന് 2 മാസത്തോളാണ് കുടുംബം ഹുത്ബ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മല്ലേ? നമുക്കൊരു കുട്ടിയെ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഒരു കുട്ടി വേണമെന്നല്ല, പടച്ചോനെ ഒരു ദീനിയായ കുട്ടി വേണം. എവിടുന്നാണ് ചിന്തിക്കണമെന്ന് അറിയോ? ഒരു കുട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ദീനിയായ കുട്ടിയാകണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നുണ്ടോ? മക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ, പ്രാർത്ഥിക്കണം. എന്തിന്? കുട്ടി നല്ലവനാകാൻ, കുട്ടി ദീനിയാകാൻ. ഇനി ആ കുട്ടിയുടെ ഗർഭകാലഘട്ടത്തോ നിങ്ങൾ ഖുർആൻ ഓതണം, ദിക്റുകൾ ചൊല്ലണം, അത് കേട്ട് കുട്ടി ദീനിയായി വളരാൻ. ആ കുട്ടി ജനിക്കുമ്പോൾ നിങ്ങൾ ബാങ്ക് കൊടുക്കണം. എന്തിന്? കുട്ടി ദീനിയായി വളരാൻ. ആ കുട്ടി ജനിക്കുമ്പോഴേക്കും നിങ്ങൾ മധുരം നൽകണം, കുട്ടി ദീനിയാകാൻ. ആ കുട്ടിക്ക് നല്ല പേരിടണം, കുട്ടി ദീനിയാകാൻ. ഒരു കുട്ടിയെ പറ്റി ആലോചിക്കുന്നത് മുതൽ ആ കുട്ടി വളരുന്ന ഓരോ ഘട്ടത്തിലും നമ്മളോട് പറയുന്നത് ആ കുട്ടി നല്ലവനാകണം, ദീനിയാകണം, ദീനിയാകണം. സഹോദരങ്ങളെ, നമ്മൾ അതുവരെ ചെയ്ത് ബാക്കി പിന്നെന്താ അറിയോ? ഒരു ടൈമിൽ നമ്മൾ അവരെ ഏറ്റവും നല്ല ടൈമിൽ ദീനുമായി ബന്ധിപ്പിക്കുകയില്ല, ദീനുമായി ബന്ധിപ്പിക്കുകയില്ല. അപ്പൊ നമ്മുടെ മഹല്ലിൽ ഈ മാസം അടുത്ത ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം മഗ്‌രിബിന് ശേഷം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും ദീനിയായ ക്യാമ്പ് നടക്കുന്നുണ്ട്. 4 ദിവസമുള്ളൂ. 60 ദിവസം വെക്കേഷനിൽ 60 ദിവസത്തിൽ 4 ദിവസം നമ്മുടെ മഹല്ലിൽ ക്യാമ്പ് നടക്കാൻ. അടുത്ത ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. നിങ്ങൾ ആലോചിച്ചു കേട്ടോ, ആർക്കാണ് ഈ ക്യാമ്പ്? എന്തിനാണ് ഈ ക്യാമ്പ്? ആർക്കാ ക്യാമ്പ്? മമ്പാട്ടർക്കോ?
മഞ്ചേരിക്കാർക്കോ പെരിന്തൽമണ്ണക്കാർക്കോ അല്ല, പിന്നെ നമ്മളെ മഹല്ലിന്. എന്താണ് ഈ ക്യാമ്പ് പോയാൽ കിട്ടുക? അവർക്ക് വാപ്പാനും മാനും നല്ല പോലെ നോക്കണമെന്ന് കിട്ടും, ചൊല്ലേണ്ട ദിക്റുകൾ കിട്ടും, പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് കിട്ടും, അവരുടെ നടത്തുന്ന സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഹലാലു ഹറാമു ഏതാന്ന് കിട്ടും, രഹസ്യത്തിൽ പടച്ചോനെ സൂക്ഷിക്കണമെന്ന് കിട്ടും, അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന് പോകരുന്ന് കിട്ടും. മിമ്പർമെന്ന് പറയും, നോട്ടീസ് വീട്ടിൽ കൊണ്ടു തരും, MSMന്റെ ചെക്കന്മാരെല്ലാ വീട്ടിൽ കൂടി കയറും. ഇനി അടുത്ത നമ്മളെ കൂടാട്ടോ, നമ്മളെ മക്കളെ സ്വർഗത്തിലേക്കാക്കാൻ മഹല്ലൊരുങ്ങി, വിദ്യാർത്ഥികൾ ഒരുങ്ങി, മദ്രസ ഒരുങ്ങി, പണ്ഡിതന്മാർ വന്നു, മഹലിന് പൈസയും കൊടുത്തു. ഇനി നമ്മളെ പെരുമാറ്റാട്ടോ. അന്ന് ഞങ്ങൾ ഊട്ടിക്കൊരു ടൂറ് പ്ലാൻ ചെയ്താ ഞങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എന്റെ കുട്ടി പറയുന്നു ഓന്റെ ചങ്ങായിമാരൊന്നും അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഓനെ ഇനി താല്പര്യമില്ല. മൗലവി ഓൾക്ക് അങ്ങനത്തെ ക്ലാസ്സിനൊന്നും ഓൾക്ക് താല്പര്യമില്ല. സോളെ അള്ളാ, റസൂലുള്ള, ദീന്, മഹലൊക്കെ ഒരുങ്ങി. ആര്? നമ്മളെ കുട്ടി നന്നാകാൻ. നമ്മൾ മാത്രം റെഡിയല്ല. കാരണം എന്താ? ചങ്ങായിമാരില്ല. ഓനിവിടുന്ന് ദുബായിക്ക് പറഞ്ഞേക്കുമ്പോ അവിടെ ചങ്ങായിമാരുണ്ടായിട്ടാണ് പറഞ്ഞേക്കണ? അല്ല, അത് നമ്മളെ ആവശ്യമാണ്. അവിടെ ചങ്ങായിമാർ നോക്കൂല. ഇവിടുന്ന് UK നമ്മളെ മകള് പോകുകയാണെങ്കിൽ ആദ്യമായിട്ട് പോകാണ്, അവിടെ കൂട്ടുകാരത്താളുണ്ടായിട്ട് പോകല്ല. ഇവിടുന്ന് UK പോകാണ്, അവിടെ കൂട്ടുകാരത്തിന്റെ ആവശ്യമില്ല. അവളുടെ നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ അറിയുന്ന ആളില്ലെങ്കിൽ പറഞ്ഞേക്കും. ദീനിന്റെ വിഷയത്തിൽ 10,000 ഷർത്ത് മക്കൾ പറയും, കൂടെ നമ്മളും പറയും, പറഞ്ഞേക്കൂല. ശരി, ഇനി അതേ രക്ഷിതാക്കളായ നമ്മൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും ദീൻ. എപ്പെന്നറിയോ? എപ്പോഴാണ് സ്വങ്ങളെ? നമ്മളുടെ ആ കുട്ടി ഒരു ഹാൻഡ്സ് വെച്ച് അവസാനം MDMക്കാരെ ചങ്ങായിമാരെ സെറ്റപ്പെട്ട് ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന് പിടിച്ച് നാട്ടാര് രാത്രി നമ്മളെ വീട്ടിന്റെ സൈഡിൽ കൊണ്ടിട്ട്, എടാ എന്റെ കുട്ടിയാണ്, ഞാനതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, നാട്ടാരറിയാതെ ഇവിടെ കൊന്നൊക്കെയാണ്. എങ്ങനെയാണ് ഓനായത്? സോളെ നമ്മൾ റൂമിലിട്ട് അടിച്ച് തീരുമാനാക്കിയിട്ട് നേരെ മഹല്ലിക്കണ് വരും, മൗലവിമാരെടുത്ത് വരും. കിടന്നിട്ട് പറയും, മൗലവി എവിടെങ്കിലും വല്ല ക്യാമ്പുണ്ടോ? 5 ദിവസമാണെങ്കിൽ പ്രശ്നമല്ല, 10 ദിവസമാണെങ്കിൽ പ്രശ്നമല്ല, പൈസ നമുക്ക് വിഷയം തന്നെയല്ല. എറണാകുളം ആകട്ടെ, വയനാടാകട്ടെ, കാസർഗോഡ് ആകട്ടെ, അവിടെ ദീന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും വല്ല ക്യാമ്പ് ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. എപ്പോഴാ പറഞ്ഞേക്കണ്ട അറിയോ? കഞ്ചാവ് വലിക്കണം, അതുവരെ പറഞ്ഞേക്കൂല. കഞ്ചാവ് വലിക്കണം, അതുവരെ നമ്മളെ കുട്ടി പോകൂല. 10,000 ന്യായം പറയും. ആരമുള്ള കൂട്ടം നമ്മൾ ന്യായം പറഞ്ഞു. 60 ദിവസത്തിൽ 4 ദിവസം പറഞ്ഞേക്കാൻ നമ്മൾ ന്യായം പറയുമ്പോ അള്ള ചോദിക്കൂലേ? 60 ദിവസം തിന്നാനും ഉടുക്കാനും ശ്വസിക്കാനും വായു തന്ന പടച്ചോനെ പറ്റി പറഞ്ഞേക്കാൻ നേരത്ത് ഊട്ടി വിടുന്ന് വേറെ ടൂറൊന്നും പോണില്ലല്ലോ, ഇല്ലല്ലോ, അതവിടെ തന്നെ ഉണ്ടാവൂലേ? ഈ 4 ദിവസം ഞാൻ സാന്ദർഭികമായിട്ട് വരാൻ, പെൺകുട്ടികളെ ഉമ്മാരൊക്കെ എന്തൊക്കെ പറയാറിയോ? എന്തോ കാരണങ്ങൾ പറയും. ഓൾക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല. ആർക്കാ സ്വങ്ങളുടെ ജീവിതത്തിൽ താല്പര്യം ഉണ്ടാല്? അള്ളാഹു താല്പര്യം ഉണ്ടാക്കിക്കലാണ്. എന്നിട്ടോ ആ കുട്ടിയെ നമ്മൾ ദീനന്വേഷിക്കും. എപ്പെന്നറിയോ? നമ്മൾ നല്ല പോലെ വളർത്തിയ കുട്ടി ഏതെങ്കിലും ഒരു പ്രേമബന്ധത്ത് കുടുങ്ങി നാടറിഞ്ഞ് കുടുംബറിഞ്ഞ് അപമാനിച്ചാൽ അപ്പ വരും. എന്നിട്ട് പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാൻ പറ്റിയ ഫുൾ ഇസ്ലാമികളുള്ള മൊബൈൽ ഫോൺ റിസ്ട്രിക്റ്റഡ് ആയ ഏതെങ്കിലും ഇസ്ലാമിക സ്ഥാപനം ഉണ്ടോ മൗലവി? പൈസ വിഷയമല്ല. അപ്പൊ എന്തേ? തൊട്ടിപ്പുറത്ത് മദ്രസയിൽ നിന്ന് 4 ദിവസം പോയാൽ അന്ന് പഴച്ചിട്ടില്ല, പഴച്ചാ പിന്നെ പൈസ വിഷയമല്ല, നാട് പ്രശ്നമല്ല, ദിവസം പ്രശ്നമല്ല, ഉറക്കം പ്രശ്നമല്ല. ഇതാണ് പാരന്റിങ്ങിൽ ആദ്യത്തെ തെറ്റ്. ഇതാണ് ആദ്യത്തെ തെറ്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമുക്കറിയാം. മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളലു മിൻ അദബിൽ ഹസൻ. ഒരു ബാപ്പയായി എനിക്ക്, ബാപ്പയായ നമ്മക്ക്, ഉമ്മയായ എന്റെ സഹോദരിമാർക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, പ്രഷ്യസ് ഗിഫ്റ്റ്, അത് പഠനമല്ല. പഠനം ഗിഫ്റ്റാണ്, പക്ഷെ ഏറ്റവും മികച്ചതല്ല. അത് കല്യാണമല്ല, ഗിഫ്റ്റാണ്, ചെയ്യേണ്ടതാണ്. ഏറ്റവും മികച്ചതല്ല. ടൂറല്ല, ഭക്ഷണമല്ല, വസ്ത്രമല്ല. അദബുൻ ഹസൻ, ദീനിയായ സംസ്കാരാണ്. അത് ബാപ്പിമ്യായി നമ്മൾ പിഴക്കും മുമ്പ് കൊടുക്കണം. കൊടുത്തിട്ടും പിഴച്ചുപോയോ? പടച്ചവനോട് മഅദിറത്തും മിനല്ലാഹ്, നാഥാ ഞാൻ നോക്കിക്കണ്, ബാക്കി അലല്ലാഹ് പറയാ. ഇതാണ് ആദ്യം തിരുത്തണ്ടി. നമ്മൾ പിഴക്കുന്നത് വരെ കുട്ടികളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിൽക്കും. താല്പര്യമില്ല, ഇഷ്ടമല്ല, ഓല അങ്ങോട്ട് പോകാനാണ്. സോങ്ങളെ നമ്മൾ ദീനിയായിട്ട് ആലോചിക്കുക. ആ കുട്ടിയെ പറ്റി അള്ളാഹ് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, പടച്ചോനെ ദീനിന്റെ ഭാഗത്തേക്ക് ഞാൻ എത്തിച്ചിക്കണ്, ഞാൻ പരമാവധി അതിനുവേണ്ടി പൈസ ചെലവാക്കിക്കണ്, ബാക്കി അവർ എന്തായി അള്ളാഹു അതിന്റെ കഴിവിൽപ്പെട്ടതല്ല. അതിലേക്ക് നമ്മുടെ പാരന്റിങ് ഇങ്ങോട്ട് വരണം. ഏറ്റവും പ്രധാനമായ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് ദീനിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ വിപ്ലവകരമായ മാറ്റം അവർക്ക് ഉണ്ടാവും. രക്ഷിതാക്കൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ ഖുത്ബീന്ന് ഒരു 15 വട്ടം ഒരേ കാര്യം കേട്ടാലും ചിലപ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകുന്ന തോന്നില്ല. പക്ഷെ നമ്മളെ മക്കൾ അങ്ങനെയല്ല.
എന്റെ മനസ്സിൽ ഇന്ന് ഓർമ്മയുണ്ട്. ഞാൻ രക്ഷിതാക്കളോട് പറയാൻ, രക്ഷിതാക്കളെ, ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ, എഞ്ചിനീയറിംഗ് കുട്ടിയാക്കാൻ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ക്ലാസ് 3/4 മണിക്കൂറാണ്. അതിനുശേഷം സംശയങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു. സംശയത്തിൽ ഒരു കണ്ണൂർ ജില്ലയിൽ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. അവന്റെ സംശയം രക്ഷിതാക്കളായ നമ്മൾ കേൾക്കേണ്ട സംശയമാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു വാപ്പാനും ഇമ്മാനും നോക്കണം, അവിടെയാണ് സ്വർഗം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ സംശയം ഇതാണ്, മൗലവി നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇടിവാട് തട്ടി കരിഞ്ഞുപോയ ഒരു തെങ്ങിന് സാറ് പണിക്കാരനെ വെച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് അതിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു കൊണ്ടടക്കുവോ? ഇടിവാള് തട്ടി കരിഞ്ഞുപോയൊരു തെങ്ങിന്റെ അടിഭാഗം സംരക്ഷിക്കോ? ഇല്ല. ഓക്കെ. വർക്ക് ചെയ്യാത്ത എഞ്ചിൻ തകർന്നു പോയൊരു വാഹനം സാറിന്റെ വീട്ടിൽ സാറ് പെയിന്റ് അടിച്ച് എല്ലാ കൊല്ലവും അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുവോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? എന്റെ വാപ്പാക്ക് 68 വയസ്സായിക്കണ്. നിങ്ങൾ ക്ലാസ് പറഞ്ഞ പോലെ വാപ്പാനൊരു കല്യാണത്തിന് ഞാൻ കൊണ്ടുപോയാൽ കിതച്ചിട്ട് വാപ്പാക്ക് മരുന്നായി കൊടുക്കണം. എന്റെ അമ്മക്ക് 63 വയസ്സായിക്കണ്. ഉമ്മാ നിങ്ങൾ ക്ലാസ് പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങാടി കൊണ്ടുപോയാൽ പിറ്റേ ദിവസം മുട്ടുംകാലിന്റെ വേദനയ്ക്ക് ഞാൻ കുഴമ്പ് വാങ്ങിക്കൊടുക്കണം. ഓരോ പോക്കിനും ആശുപത്രി കയറിയിട്ട് 300 റുപ്യ നഷ്ടം മാത്രം വരുത്തുന്ന ഒരു വാപ്പാനിമാനും എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞല്ലോ ഇടിവാള് തട്ടിയ ഒരു മരത്തെ നിങ്ങൾ സംരക്ഷിക്കൂല, കാരണം എന്താ? ഫലല്ല. വർക്ക് ചെയ്യാത്തൊരു വണ്ടി നിങ്ങൾ പെയിന്റ് അടിച്ചു കൊണ്ടിടക്കൂല, എന്തേ? ഫലല്ല. വാപ്പാക്ക് 68, നിന്റെ ചെലവിലാ വാപ്പ ജീവിക്കണ്. ഞാൻ വിദ്യാർത്ഥിയാണ്, പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കണം, നിന്റെ ചെലവിലാ വാപ്പയും ജീവിക്കണ്. ഇങ്ങോട്ട് ഉപകാരമില്ലാത്ത പ്രായമായ വാപ്പാനിമാനും എന്തടിസ്ഥാനത്തിലാ മോലി നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞത്? ആ കുട്ടിക്ക് എന്താ അല്ലാത്തത്? രക്ഷിതാക്കളെ പറയും. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന എഞ്ചിനീയർ സ്ഥാപനത്തിലോ പഠിക്കുന്നത്. ഓൻ അവിടെ വരെ എത്താൻ വാപ്പിമ്മി എത്ര കഷ്ടപ്പെടുണ്ടാവും, എത്ര പൈസ ചെലവാക്കിണ്ടാവും, എത്രമാത്രം ട്യൂഷന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന്റെ മനസ്സിൽ ഇന്നും അവൻ ഇത്രമാത്രം സ്നേഹിച്ച വാപ്പാനിമാന് തിരിച്ചു നോക്കണമോ എന്നാണ് അവന്റെ ചോദ്യം. ഞാൻ ആ കുട്ടിയെ കുറ്റം പറയില്ല, കാരണം എന്താ പറയുക, അവന് കിട്ടിയിട്ടില്ല, അവന് ബാക്കിയൊക്കെ തീരെ കിട്ടിയില്ല. നീ തിരക്കായിക്കൊണ്ടായി, കാരണം തിരക്കായോണ്ട്. കാരണം ഈ നാട്ടില് ക്ലാസ്സിനും തീനൊക്കെ പോണത് ഒഴിഞ്ഞിക്കുന്ന ആൾക്കാരാന്നുള്ള ധാരണയാണ്. ആ കുട്ടിയോട് ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ പരലോകണ്ട്. ആദ്യത്തെ വാക്കതാണ് പരലോകണ്ട്. ഒറ്റക്കൊറ്റക്ക മോനെ വരിക. ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ. ഒരു വിഭാഗം ആളുകൾ അല്ലാഹു സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ അല്ലാഹു നരകത്തിലേക്കും പറഞ്ഞേക്കും. അവിടെ ആ സ്വർഗം കിട്ടാൻ റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, ഉമ്മാന്യം വാപ്പാന്യം തൃപ്തി ഉണ്ടെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. മോനെ അവിടെ നരകത്ത് പോണത് വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, ഉമ്മാന്യം വാപ്പാന്യം കോപുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരട്ടോ. അതുകൊണ്ട് ഉമ്മാനും വാപ്പാനും നോക്കുക എന്ന് പറഞ്ഞത് തെങ്ങ് നോക്കുന്നത് പോലെ, വാഹനം നോക്കുന്നത് പോലെ ഉപകാരം വെച്ച് നോക്കാനുള്ളതല്ലട്ടോ, സ്വർഗത്തിന് വേണ്ടി നോക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് തഹ്തഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന ആശയമുണ്ട്. ഹദീസിൽ ദുഅഫുണ്ടെങ്കിലും അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ എന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള കവാടമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉമ്മാന്റെ അനുവാദം വേണം, സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വാപ്പാന്റെ തൃപ്തിയും വേണം. അതുകൊണ്ട് വാപ്പാനിമ്മാനും നോക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് കൈ തന്നിട്ട് അവൻ പറഞ്ഞ വാക്കെന്നറിയോ? ഞാൻ വാപ്പാനിമ്മാനും നോക്കുന്നുണ്ട് മൗലവി, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴാ തൃപ്തി വന്നത്. ഇനി മരിക്കണത് വരെ വാപ്പാനും ഉമ്മാനും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ കാറുകൾ സ്നേഹിക്കും മൗലവി. സോളെ 2 മിനിറ്റിന്റെ ഉത്തരാണ്, 2 മിനിറ്റ്. 21 വയസ്സുകാരൻ ജീവിതത്തിൽ സ്വന്തം ബാപ്പാനും ഉമ്മാനും ഇനി ഞാൻ എന്നെ കാറുകൾ സ്നേഹിക്കുമെന്ന് പറയാൻ ആ 2 മിനിറ്റ് കൊണ്ട് എന്താ സംഭവിച്ചറിയോ? 2 മിനിറ്റ് കൊണ്ട് ദീന് മനസ്സിന്റെ ഉള്ളിൽ കയറി. അമ്മോ വന്ന് റൂമിലിട്ട് ചവിട്ടി കൂട്ടിയില്ല, ഇല്ല. എളാപ്പാരും മൂത്താപ്പാരും വന്ന് അടുക്കളയിൽ ഇട്ടുണ്ട് വലിയ വടികൊണ്ട് അടിച്ച് തൂഫാനാക്കിയില്ല. ദീന് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയാൽ അവിഹിത ബന്ധത്തുന്ന ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് വരും. ദീന് കയറണം. അതിനെന്ത് വേണം? അള്ളാഹുവിന് ചെയ്യാൻ പറ്റൊക്കെ അല്ല ചെയ്തിക്കണ്. മഹല്ല് തൗഹീദുള്ളതാക്കി, നാട്ടുകാരും കുടുംബക്കാരുള്ളതാക്കി, ക്ലാസ് വെച്ചു, പണ്ഡിതന്മാരെത്തിച്ചു, പൈസ നിന്നു. ഇനി എന്താ മാറിയോ? 100 മീറ്റർ പെരയിൽ നിങ്ങോട്ട് നടന്നാ മതി. അത് ചെയ്യാതെ ഇന്റെ കുട്ടി പഴച്ചോണ്, ഇന്റെ കുട്ടി അവിഹിതത്വപ്പെട്ടോണ്, ഓ നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ല, ഞാൻ പറയാതെ നിസ്കരിക്കണില്ല, എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? മിണ്ടണ്ട. അള്ളാഹുവിന്റെ ആയത്ത് എന്താ അറിയോ? പടച്ചോന്റെ വാക്ക് നസുല്ലാ, നിങ്ങൾ അള്ളാനെ മറന്നു. ഫനസിയഹും, പടച്ചോ നിങ്ങളി മറക്കും. നമ്മുടെ അള്ള പറയാൻ എത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മതി ദീനെങ്കിൽ
ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചത്. നല്ല എല്ലാ മക്കളും ശരിയാക്കിയിട്ട് ഒഴിവുണ്ടെങ്കിൽ നമ്മളെ മക്കളത് ശരിയാക്കുള്ളൂ. ഇത് കുറ്റപ്പെടുത്താനുള്ള സൗങ്ങളെ. ഒന്ന്, വഴി പിഴക്കാൻ കാത്തു നിൽക്കരുത്. പിഴക്കാതിരിക്കുന്നതിന്റെ മുന്നിൽ, രോഗം വരുന്നതിന്റെ മുന്നേ അവർക്ക് ആരോഗ്യം നൽകണം. പിഴക്കുന്നതിന്റെ മുന്നേ ദീനിയായ സംരക്ഷണം നൽകണം. പാരന്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞൊരു ഖുത്ബയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ബാപ്പിമ്യായി നമ്മൾ ഒരുക്കണം. ഞാൻ എന്തിനെങ്ങനെ പറയണ സോങ്ങളെ, നമ്മളെ കുട്ടികളെ ക്യാമ്പില്, മദ്രസീന്ന്, യൂട്യൂബില് പ്രസംഗത്തുനിന്ന്, അതേപോലെ സമ്മേളനത്തിലൊക്കെ പോയിട്ട് ദീന് കേൾക്കും. ഇതിവന് പ്രാക്ടീസ് ചെയ്യാൻ രണ്ട് സ്ഥലമേ ഉള്ളൂ. ഒന്ന് ഓന്റെ അങ്ങാടിയാണ്. അങ്ങാടിയിൽ ചങ്ങായിമാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ദീനൊന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. അവിടെ ഓന് വളരെ അസാധ്യമായിരിക്കും. ഓൻ പള്ളിക്ക് ഇങ്ങനെ പോകാൻ നേരത്താവും ഈ വലിയ മുത്തക്കി ഇതേക്കാൻ അങ്ങാടിയിൽ ഉണ്ടാക്കുക. ഓൻ ഇസ്ലാമികമായ വേഷം ധരിക്കുമ്പോൾ ഇത് ഖുർആന്റെ വല്ല നടുക്കണ്ടം ഇതേക്കാരൻ കേൾക്കേണ്ടി വരിക. അവന് ഇതിനെയൊക്കെ അതിജയിച്ച് ദീനിയായി അവനിക്കും അവൾക്കും ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഈമാൻ വേണം. പിന്നെ ഏറ്റവും പ്രധാനമായി അവന് ദീനിയായി പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം ഏതാ? വീടാണ്. അവിടെ ആരാ ഒരുക്കണ്ടി? അവിടെ നമ്മളെ പെണ്ണുങ്ങളെ ഒരുക്കണ്ടി. ഉമ്മാരെ നിങ്ങളെ ഭർത്താവാണ് ഒരുക്കണ്ടി. അവിടെ നമ്മൾ ബോധപൂർവമായ ഒരിക്കലില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഈ കേട്ട ദീനും അവർ പഠിച്ച ഇസ്ലാമും ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെടും. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയട്ടെ. നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പ്രധാനമായി നമ്മുടെ കുട്ടികൾ രണ്ട് ടീമിനോട് സലാം പറയും. ഒന്ന്, മദ്രസയ്ക്ക് നമ്മൾ കുട്ടികൾ പോകുമ്പോൾ സലാം അലൈക്കും ബാപ്പ അമ്മ ഞാൻ പോവുകയാണ്, തിരിച്ചു വരുമ്പോ സലാം അലൈക്കും വന്നിക്കണെന്ന് പറയും. അഥവാ വീട്ടുകാരോട് മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ സലാം പറയും. അതേ കുട്ടി അങ്ങാടി കൂടെ പോകുമ്പോൾ അവനെ പഠിപ്പിച്ച ഉസ്താദുമാരെ കാണുമ്പോഴും സലാം പറയും. മദ്രസയിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ സലാം പറയും, അങ്ങാടിയിൽ നിന്നും പുറത്തുനിന്ന് ഉസ്താദുമാരെ കണ്ടാലും സലാം പറയും. മദ്രസ കഴിഞ്ഞ കുട്ടി വീട്ടിലേക്കുള്ള സലാം നിർത്തും, ഉസ്താദുമാരുടെ സലാം തുടരും. എന്താ കാരണം? എന്തിന് കാരണം ഉണ്ടാവൂലേ? സലാമിന്റെ പ്രാധാന്യം ഓൻ വിട്ടക്കാണെങ്കിൽ ഉസ്താദുമാരോട് നിർത്തണം. ഓൻ എന്തേ നിർത്താൻ കാണറിയ ഒറ്റ കാരണമുള്ളൂ. മദ്രസയിൽ അവൻ പഠിച്ചു എന്ത്? ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? സാധുക്കൾക്ക് ഭക്ഷണം നൽകുക. പിന്നെയോ സലാം, നിങ്ങൾ സലാം പറയാ. അഫ്ശു സലാം ബൈനക്കും, നിങ്ങൾ എല്ലാവരോടും സലാം വ്യാപിപ്പിക്കുവിൻ. നിങ്ങൾ പരസ്പരം സലാം കൊടുത്ത് കൈകൾ ചേർത്ത് പിടിച്ചാൽ തസാഖത്തിലേഹിമ ദുനൂബഹുമ, രണ്ടുപേരുടെയും കൈവിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. ഇതൊക്കെ അവർ കേട്ടു. ഉസ്താദുമാർ അവർക്ക് പറഞ്ഞെടുത്തു. അതുകൊണ്ട് സലാം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, പുണ്യമാണ്, നന്മയാണ്. അതുകൊണ്ട് വീട്ടിലെ വാപ്പാക്കും മാക്കുമാണ് ആദ്യം ചെല്ലേണ്ടത്. അവൻ അത് കേട്ടിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു, സലാം പറയുന്നു. ആ 5 കൊല്ലം 7 കൊല്ലം സലാം വ്യാപിപ്പിക്കുന്നു. അങ്ങാടി കയറും ഉസ്താദിനോടും പറയുന്നു. പക്ഷെ 7ാം ക്ലാസ് ഏകദേശം ബോധം വെച്ചപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ മാത്രമേ സലാം പറയുന്നുള്ളൂ. വീട്ടിൽ ബാപ്പ ഉമ്മാനോട് പറയണോ കേൾക്കണില്ല, ഉമ്മ വാപ്പാനോട് പറയണോ കേൾക്കണില്ല, ഇക്കാക്ക ഇത്താത്തോട് പറഞ്ഞ കേൾക്കണില്ല, ഇത്താത്ത അഞ്ചത്തിമാരോട് പറഞ്ഞും കേൾക്കണില്ല. എന്നാൽ അപ്പോഴും ഉസ്താദ് എല്ലാവരോടും പറഞ്ഞോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദിനോട് സലാം തുടരും, നമ്മളോട് സലാം നിർത്തും. എവിടെ പഴിച്ചത്? എവിടെ പഴിച്ച്? സലാമിന് പഴിച്ചിട്ടില്ല, പുസ്തകത്തിലും പഴിച്ചിട്ടില്ല, ഓൻ പഠിക്കാതെ നിന്നിട്ടില്ല. വീട്ടിൽ ബോധപൂർവമായ ശ്രമം ഉണ്ടായില്ല. നമ്മൾ ആണുങ്ങള് വീട്ടിൽ തന്നെ കയറി തന്നെ സലാമിനങ്ങനെ ഒച്ചുണ്ടാക്കിയിട്ടാണ്. എന്തേ? അതാ നമ്മളെ സലാമാണത്. കാരണം എന്തേ? കുറവാണ്. പെണ്ണുങ്ങളോട് അങ്ങോട്ട് സലാം പറഞ്ഞ കുറവാണ്. റോട്ടുമ്പോ കൂടെ ബൈക്കുമ്പോ കൂടെ പോകണോണ്ട് എറിഞ്ഞിട്ടാ സലാം. ബൈക്കുമ്പോ കൂടെ പോകണോണ്ട് എറിഞ്ഞിട്ട് സലാം. വീട്ടിൽ കയറുമ്പോ സലാം നിർത്തി. പിഴവ് ഞാൻ മോശാക്കി പറയില്ല. നമ്മൾ നമ്മുടെ വീടിനെ നമ്മുടെ കുട്ടികൾക്ക് ദീനിയായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വീടാക്കിയിട്ടില്ലെങ്കിൽ ഓൾക്കൊരു ക്യാമ്പസ് ഒന്നും ഈമാൻ ഉണ്ടാവില്ല. ഓൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഓൾക്ക് ചെറിയ ചെറിയ കാര്യത്തിന് തളർന്നു പോകും. രക്ഷിതാക്കളെ തളർന്നു പോകും. നമ്മുടെ വീട് അങ്ങനെ ആയി മാറണം. നമ്മുടെ കുട്ടികൾക്ക് ദീനിയായിട്ട് ഒരു വാപ്പ ഒരു ഉമ്മ വെള്ളിയാഴ്ച രാവിലെ ഒരു കുട്ടിന്റെ മനസ്സിലുണ്ടാണ്. നിങ്ങൾ എത്രയോ ഗൾഫിലുള്ള എത്രയോ സുഹൃത്തുക്കൾ പറയും, വെള്ളിയാഴ്ച ആകുമ്പോൾ അവർക്ക് ഒഴിവാകുമ്പോഴേ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കടക്കിന് മുന്നേ ഒരു പേജുകൾ എടുത്താണ്ട് ഒരു സൂറത്ത് കഹ്ഫിനെ ഓതും. എന്നിട്ട് പറയും, ബാപ്പ പറയലുണ്ട് വെള്ളിയാഴ്ച മാനെ ഉറങ്ങിക്കോണ്ടിൻ, പക്ഷെ ഒന്ന് കഹ്ഫ് ഒരു പേജെങ്കിലും ഓതിക്കോണ്ടിൻ. സോളെ എത്രാം ക്ലാസ് അവന് കിട്ടിയിട്ടുണ്ടാകാൻ അറിയോ? 5ാം ക്ലാസ്സെന്നോ 7ാം ക്ലാസ്സെന്നോ 10ാം ക്ലാസ്സെന്നോ അവന്റെ വാപ്പ അവനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് ഓതിയിട്ട് ഒരു പേജിൽ ഓതിയിട്ട് കിടക്കെ പഠിക്കുക എന്തെങ്കിലും ചെയ്തോ
ഗൾഫിൽ ബാപ്പ മരിച്ചിട്ടുണ്ടാവും നാട്ടില്, പക്ഷെ അവരിന്ന് നിലനിർത്താൻ. അതാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഉമ്മാരെ വാപ്പാരെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇവിടെ നിന്ന് ഊട്ടിക്ക് പോകുമ്പം നമ്മൾ അവരോട് പറയും, മുന്നത്തോനോട് സീറ്റ് വലിച്ചിട്ടോ, ശരി ഓക്കെയാണ്, നല്ലതാണ്, ദുനിയാവ് ഓക്കെ. അടുത്തത് എന്താ പറയണ്ടേ? മോനെ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചോ എന്ന് പറയാനാണ് നമ്മളെ വാപ്പിയാക്കിയത്. ഭക്ഷണം കൊടുക്കാനും കല്യാണം നടത്താനും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കുട്ടിനെ എത്തിങ്ങാനി കൊണ്ട് ചേർത്താൽ മതി. നമ്മളെക്കാളും ഗംഭീരായിട്ടാ കേരളത്തിൽ കണ്ടില്ലേ, 900 ആൾക്കാരുടെ സമൂഹ വിവാഹം കണ്ടില്ലേ? ബാപ്പി മിണ്ടായിട്ടാ. കല്യാണം നടത്താനും പഠിപ്പിക്കാനും സൗങ്ങളെ ബാപ്പിയാകണമെന്നില്ല, സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവരെ സ്വർഗത്തിന്റെ വഴി കാക്കാനും വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോ പ്രാർത്ഥിച്ചോണ്ടിട്ടോ എന്ന് പറയാനാണ് ബാപ്പിയും. ക്യാമ്പസ് പഠിക്കുന്ന കുട്ടിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പഠനത്തെ പറ്റി ചോദിക്കണം, അൽഹംദുലില്ലാ കൂട്ടത്തിൽ മോനെ ജുമാ നഷ്ടപ്പെടുത്തരുതിട്ടോ, നിസ്കാരം നഷ്ടപ്പെടുത്തരുതിട്ടോ, ഉമ്മച്ച് പ്രാർത്ഥിക്കണ്ടോ എന്ന് പറയാനാണ് ബാപ്പിയും. അത് നടക്കണം. ഉമ്മാരെ, നിങ്ങളെ നേർക്കുനേരെ നിങ്ങളുടെ പെൺകുട്ടികൾ പിൻപറ്റുണ്ട്. കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതാണ്, നേർക്കുനേരെ പിൻപറ്റുണ്ട്. കോളിംഗ് ബെല്ല് കേൾക്കുന്നു, ഉമ്മാര് ശ്രദ്ധിക്കുക, കോളിംഗ് ബെല്ല് കേൾക്കുന്നു. നിങ്ങൾ വീട്ടിൽ വാതിൽ കുറ്റിട്ടാണ്ട് ഒരു ജോലി ചെയ്യാണ്. നിങ്ങൾ നേരെ വന്ന് കർട്ടൻ ഇങ്ങനെ തുറന്നു നോക്കി, അപ്പോ ഇക്കാക്കാന്റെ ഏതോ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ കന്യനാണ്. നിങ്ങൾ നേരെ മാക്സിയുടെ കൈയൊക്കെ ഒന്ന് ഫുൾ കൈയാക്കി ശരിയാക്കി, തട്ടം ശരിക്കിട്ട് മാക്സിയൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സലാം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ്, ഇക്കാക്ക അവിടെ അല്ല എന്തെങ്കിലും പറയണോ കാര്യം പറഞ്ഞ് നിങ്ങൾ നേരെ വീട്ടിന്റെ അകത്തേക്ക് കയറി വാതിൽ കുറ്റിട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കോളിംഗ് ബെല്ല് കേട്ടു. നിങ്ങൾ നോക്കിയപ്പോ നിങ്ങളുടെ ഭർത്താവ് ഇക്കാക്കയാണ്. നിങ്ങൾ അതേ വേഷത്തോടു കൂടി പുറത്തേക്ക് ചെന്നു, സാധനം കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിന്റെ അകത്തേക്ക് കയറ്റി അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുത്തു. ഇത് നിങ്ങളെ 7ാം ക്ലാസ്സിലെ പെൺകുട്ടി കാണും, 8ാം ക്ലാസ്സിൽ നമ്മുടെ മകള് കാണും. ആ മകളിങ്ങനെ ആലോചിക്കും, ഉമ്മ അരമണിക്കൂർ മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പം കൈ ഫുൾ കൈയാക്കി ശരിയായി മഫ്ത ധരിച്ചു, ശരിയാക്കി വസ്ത്രം ധരിച്ചിട്ട് വളരെ മാന്യമായിട്ട് സംസാരിച്ചു. എന്നാ ബാപ്പാന്റെ മുന്നിൽ പോയപ്പോ അങ്ങനെയല്ല. എന്തേ കാരണം? ആ കുട്ടിക്ക് മനസ്സിലാവും ആദ്യത്തത് ഉമ്മാക്ക് അന്യപുരുഷനാണ്. അന്യപുരുഷന്റെ മുന്നിലേക്ക് പോകുമ്പോഴുള്ള വസ്ത്രധാരണമല്ല ബാപ്പാന്റെ മുന്നിലേക്ക് പോകുമ്പം. ഇത് ആ കുട്ടിക്ക് ഖുർആൻ ക്ലാസ് നിന്ന് കിട്ടണ്ട, വീട്ടിൽ നിന്ന് കിട്ടും. ആ കുട്ടി സ്വാഭാവികമായി പിന്നൊരു ക്ലാസ് നിന്ന് കേട്ടാ മതി, പിന്നൊരു ദീനിയായ പ്രഭാഷണ ഖുത്ബ കേട്ടാ മതി. ഇതായിരുന്നില്ലേ ഉമ്മ ചെയ്തത്? അതിന് പകരം എന്താവുന്നറിയോ? ഉമ്മാരെ എന്താ ഉണ്ടാകാറിയോ? നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോണ അതേപോലെ മീൻകാരന്റെ മുന്നിക്കും പോകും, പാൽക്കാരന്റെ മുന്നിക്കും പോകും, ഓട്ടോറിക്ഷ ഡ്രൈവറെ മുന്നിക്കും പോകും, നാട്ടു തായലോക്കക്കാരന്റെ മുന്നിക്കും പോകും. അപ്പൊ ആ കുട്ടിന്റെ മനസ്സിൽ എന്തുണ്ടാവുന്നറിയോ? അന്യൻ എന്നത് നമ്മുടെ കുടുംബത്തിലില്ല. ഇത് നമ്മളേക്കൊന്ന് പഠിക്കും. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കളോടും പെൺ സുഹൃത്തുക്കളോടും നമ്മുടെ ആങ്ങളമാരോടും ആ കുട്ടി ഒരേപോലെ പെരുമാറും. കൈയൊടുക്കുന്നിടത്ത് ഒരേപോലെയും മടിയിലിരിക്കുന്നിടത്ത് ഒരേപോലെയും. കാരണം എന്താണ്? ആൺ പെൺ വ്യത്യാസവും അന്യരും കുടുംബക്കാരും നമ്മുടെ വ്യത്യാസവും നമ്മളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ കുട്ടി കണ്ടിട്ടില്ല. ഞാൻ മോശാക്കല്ല, ആലോചിച്ച് നോക്കി. ഇതെന്തിനാ പറയണറിയോ? നാട്ടിൽ മുഴുവൻ ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പം നെടുവീർപ്പിട്ടാണ്ട് പടച്ചോനെ പടച്ചോനെ എന്ന് പറയുമ്പം അള്ളതിനൊക്കെ പരിഹാരം പറഞ്ഞു നിൽക്കണ്. ആ പരിഹാരത്തിന് നമ്മൾ റിസ്ക് എടുക്കാണ്ട് അത് നമ്മൾ ചെയ്യണം. ഇപ്പൊ കലാലയത്തിൽ ഒരു സർവകലാശാലയിൽ ഒരു കുട്ടിയുടെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് അവനെ കൊന്നല്ലോ. ആ വാർത്ത വായിച്ചപ്പോ ഞാൻ സങ്കടത്തോടു കൂടി ആ വാർത്ത വായിക്കുമ്പോഴും ഒരു ഭാഗത്തിന്റെ മനസ്സിൽ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരു ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പില് ഒരു നല്ലൊരു കുട്ടി, നല്ല ഭാഷയിൽ സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചപ്പം പലരും ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുസൃതിയായി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അവൻ മാത്രം കളിയാക്കില്ല. അവരോട് ഇങ്ങനെ സംസാരിച്ചു പോകുന്നിട്ട് പറഞ്ഞു, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പം ഞാനും ബാപ്പിമ്മയൊക്കെ നല്ല കമ്പനിയാണ്. 9ാം ക്ലാസ് പഠിക്കുമ്പം വീട്ടിൽ വന്നിട്ട് കുടുംബത്തിലെ സ്കൂളിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ 1-2 കുട്ടികളെ ഇങ്ങനെ പരിചയപ്പെടുത്തി. വീട്ടിലിങ്ങനെ പറയുമ്പോ ആ കറുത്തിട്ട് ഉരുണ്ടിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തി. മറ്റൊരാളെ ഞാൻ കണ്ണിന്റെ ഒരു ചെറിയൊരു കോങ്കണ്ണുണ്ടായിരുന്നു, അത് അടയാളപ്പെടുത്തി ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഞങ്ങൾ ആ സംസാരങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ വാപ്പൻ എങ്ങനെ കൊണ്ടുപോയി ഒറ്റ കൊണ്ടുപോയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ എനിക്കന്ന് കുഴിനകണ്ട ഇനി മൗലവി കുഴിനകം. എന്റെ കുഴിനകത്തും ഇങ്ങനെ വാപ്പ തൊട്ടിട്ട് ചോദിച്ചു, മോനെ നാളെ സ്കൂളിൽ എന്റെ ടീച്ചർ അറ്റൻഡൻസ് എടുക്കുമ്പം എന്റെ പേര് വിളിച്ചിട്ട് ആ കുടിനകളുള്ള ഇന്ന ആള് അത്രയും കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷാണോ സങ്കടാണോ ഉണ്ടാകുക? ഞാൻ വാപ്പാടാണ്, എനിക്ക് സങ്കടാവും. എന്റെ കണ്ണിങ്ങനെ ഇങ്ങോട്ടിങ്ങനെ മാറിയാൽ, ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ ആയാൽ എല്ലാവരുടെ അടിയിന്ന് ആ ഒറ്റക്കണ്ണം വന്നിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് സങ്കടാണോ സന്തോഷാണോ ഉണ്ടാകുക? അത് സങ്കട വാപ്പ ഉണ്ടാകുക. എടാ വാപ്പയായി എനിക്ക് കുറച്ച് കഷണ്ടുണ്ടല്ലോ, എല്ലാവരുടെ ഇടയിൽ
ആ കഷണ്ടിലെ നീണ്ട് തോട്ടിനെ പോലത്തെ ബാപ്പാന്റെ മകൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുക, സങ്കടം ഉണ്ടാകുക. എടാ, ഒരാളെ കറുത്തോന്ന് വിളിക്കുമ്പം, ഒരാളെ ഉരുണ്ടവെന്ന് വിളിക്കുമ്പം, ഒരാളെ കണ്ണിന്റെ ഭാഗം പറയുമ്പം ഇതേ സങ്കടം ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും. പാപ്പാന്റെ കുട്ടിയെ ചെയ്യരുതിട്ടോ. ഇതിന്റെ പേരാ ഇസ്ലാം. ഒമന വാക്കെന്നറിയോ? എനിക്ക് പലപ്പോഴും ബാക്കിയുള്ളവർ വിളിക്കുമ്പം എനിക്കും തോന്നും, പക്ഷെ അന്ന് വാപ്പ പറഞ്ഞ വാചകം എനിക്ക് ഇന്നുണ്ട്. സർവകലാശാലയിൽ ഒരു അധ്യാപകന്റെ വാക്കുകൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പം +1 പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെപ്പോലും കറുപ്പിന്റെയോ വെളുപ്പിന്റെയോ ജാതിയുടെയോ പേരിൽ വിളിക്കൂല, എന്റെ ബാപ്പ അങ്ങനെയാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരാ ദീൻ. ഇതാണ് വീട് എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞല്ലോ, റമദാനിൽ ഓഫാക്കിയതാണ് സുബൈന്റെ അലാറം. ഉമ്മാരെ ഓണാക്കണം. വെക്കേഷനിൽ നമ്മളെ കാണുന്ന മക്കൾ സുബൈക്ക് എഴുന്നേക്കണ വാപ്പാനിമാരാണ് കാണേണ്ടത്. വലത് കൈകൾ കൊണ്ട് കഴിക്കണ വാപ്പാനിമാരാണ് കാണേണ്ടത്. സലാം പറയണ വാപ്പാനിമാരാണ് കാണേണ്ടത്. ജുമാക്ക് വരുന്ന വാപ്പാനിമാരാണ് കാണേണ്ടത്. ആ കുട്ടി ഗൾഫ് പോയാലും, കാനഡയിൽ പോയാലും, ജർമ്മനി പോയാലും, സ്വിറ്റ്സർലൻഡ് പോയാലും ആ വാപ്പാനും ഇമ്മാനും അതുപോലെ ജീവിക്കാൻ ഒരു ഘട്ടത്തിൽ താല്പര്യപ്പെടും. അങ്ങനെ ഒരു സംസ്കാരം, പാരന്റിംഗ് നമ്മുടെ മഹല്ലിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമികമായ ഇങ്ങനെ നമ്മുടെ മക്കളെ ആക്കി തീർക്കുന്നതിൽ ചെറിയൊരു, നേരത്തെ പറഞ്ഞ ചെറിയ റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടെടുക്കണം. അത് എനിക്ക് തോന്നുന്നു പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കള്, മുമ്പത്തെ രക്ഷിതാക്കൾ എന്താന്ന് വെച്ചാൽ ഫലം ആദ്യം കാണും. എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി എന്ത് വന്നാലും നിസ്കരിക്കണം. അതിന് സ്നേഹത്തിൽ പറയുകയാണെങ്കിൽ സ്നേഹത്തിൽ പറയാ, സ്നേഹം കഴിഞ്ഞിട്ട് ഊക്കെടുക്കുകയാണെങ്കിൽ കുറച്ച് ഊക്ക് പറയാം. അയിമലെ നമ്മൾ രക്ഷിതാക്കള് ഇപ്പൊ കുറെ മോട്ടിവേഷൻ സ്പീക്കർമാർ ഇതെല്ലാവരും കുറ്റൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒരു കുട്ടിനും വേദനിപ്പിക്കാതെ അങ്ങനെ റിസൾട്ട് ദുനിയാവിൽ അള്ള വെച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഗതി അള്ള വെച്ചിട്ടില്ല. നീ വെറുതെ കേൾക്കണ്ട, അങ്ങനെ ഒരു സംഗതി ദുനിയാവിൽ വെച്ചിട്ടില്ല. എല്ലാം അവരാ വിചാരിച്ച പോലെ നടക്കുക, ഒരു റിസ്ക് കൊടുക്കാതെ. അങ്ങനത്തെ ഒരു സംഗതി ദുനിയാവിൽ ഇല്ല. അങ്ങനെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? 10 വയസ്സ് വരെ പറയണം, ഇല്ലെങ്കിലോ ചെറിയ രൂപത്തിൽ, ശിക്ഷണത്തിന്റെ രൂപത്തിൽ ശിക്ഷിക്കണം. എന്തിനറിയോ? അത് വീട്ടിൽ നിന്ന് ശിക്ഷിക്കണം എന്ന് പറയാൻ അറിയോ? മരിച്ചാൽ നിസ്കാരം ഒഴിവാക്കരുതെന്ന് വാപ്പാന്റെ ആ ചൂടാകലിനോ ആ കാർക്കശ്യത്തുനിന്നോ മനസ്സിലാകണം. സ്നേഹത്തിലാ പറയേണ്ട, ഒരു സംശയമില്ല കേട്ടോ. എത്ര പറഞ്ഞിട്ടും അത് സ്വീകരിക്കണമെങ്കിൽ ഈ ശിക്ഷണത്തിന്റെ പേരിൽ വേണമെങ്കിൽ ശിക്ഷിക്കാം. ഇതെന്തിനാ പറഞ്ഞത്? ഈ റിസ്ക് എടുക്കാൻ റെഡിയാണ്. നമ്മളെ കുട്ടി ഭക്ഷണം കഴിക്കില്ല ചെറുപ്പത്തിൽ, സോ നമ്മൾ എന്താ ചെയ്യാ? ഭക്ഷണം കഴിപ്പിക്കും. കരിയില്ലേ? കരയും. എന്താ കരഞ്ഞാലും നമ്മൾ കഴിപ്പിക്കണത്? കഴിപ്പിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കരയേണ്ടി വരും. വേറൊന്നുമില്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, നഴ്സറി പോകാൻ ഇഷ്ടമല്ല, നമ്മൾ എന്താ കാട്ടുക? ഇഷ്ടമുള്ള രൂപത്തിലുള്ള സ്ഥാപനമൊക്കെ നോക്കും, എന്നാലും ഇഷ്ടമല്ല. എന്നാലോ ആക്കിപ്പോരാൻ നേരത്ത് ജന്മ പിടിച്ച് നമ്മൾ കുട്ടിക്കാരിയില്ലേ, സങ്കടം ഉണ്ടാവില്ലേ? എന്നിട്ട് എന്തേ നമ്മൾ ആക്കിപ്പോരുന്ന്? ആ റിസ്ക് എടുത്താലേ ഓന് ജോലി ഉണ്ടാവുള്ളൂ, പഠിക്കുള്ളൂ, വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. ഇതിലാർക്കാ നാട്ടിൽ ഇവിടുന്ന് ഗൾഫ് പോകാൻ ആർക്കെങ്കിലും പൂതി ഉണ്ടായിട്ട് പോവുക? എന്റെ ഈ കുട്ടികളെ കെട്ടിക്കണമെങ്കിലും ഒരു നല്ലപോലെ പഠിക്കണമെങ്കിലും തൽക്കാലം ദാമ്പത്യം കുറച്ചു കാലത്ത് വേണ്ടെന്ന് വെക്കണം. ഇതാ ദുനിയാവ്. ദീനമ്മക്ക് എത്തുമ്പോൾ കാണാം കുട്ടികൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അത് ആരൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനല്ല, പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തിൽ ഇഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുക്കുക, ക്ലാസുകൾക്ക് കൊണ്ടുവരിക, ജുമാക്ക് കൊണ്ടുവരിക, പ്രസംഗം അയച്ചു കൊടുക്കുക. ആ കൂട്ടത്തിൽ ചിലത് നമ്മൾ ബോധപൂർവം പറയും. എന്താ സംഭവിക്കണം അറിയോ നിങ്ങളെ? നമ്മളൊരു രസകരമായി നമ്മുടെ കുട്ടികളൊക്കെ നന്നാകും വേണം, പക്ഷെ നമ്മളാണ് നന്നാക്കിയത് പോലും അറിയും ചെയ്യരുത്. അങ്ങനെയുണ്ടാകും. മൗലവി ഓന് പള്ളിക്കൊക്കെ വരുന്നില്ല, നിങ്ങൾ ഓനോടൊന്ന് പറയണം. അടുത്ത വാക്കെന്താ അറിയോ? ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ പറയരുത്. അപ്പൊ പിന്നെ നമുക്ക് എന്താ വഹി ഇറങ്ങിയോ? അപ്പൊ എന്താ അറിയോ? ഓല് നമ്മളോട് തെറ്റാലും വേണ്ടില്ല, ബാപ്പാണ്ടും വേണം തെറ്റരുത്. ഓള് പണ്ടൊക്കെ ജുമാക്കും ക്ലാസ്സിനൊക്കെ വന്നിനി, ഇപ്പൊ അതിനൊന്നും താല്പര്യമില്ല. നിങ്ങൾ ഓളോട് കാര്യമായിട്ട് പറയണം, ഞാൻ ഒരു നമ്പർ തരാം, മൗലവി ഞാൻ പറഞ്ഞിട്ടാ വിളിക്കണമെന്ന് പറയരുത് കേട്ടോ. പിന്നെ എങ്ങനെ ഏതോ ഡയറി ബുക്കുന്ന ഒരു നമ്പർ ഇട്ടിട്ട് അങ്ങോട്ട്, മോളെ ഞങ്ങൾക്ക് സുഖല്ലേ, ഇത് ജുമാക്കൊന്നും വരില്ല, അങ്ങനെ പറയേ. സോ ഈ റിസ്ക് എന്താ നമുക്ക് എടുത്ത? ഭക്ഷണത്തിന് ആ റിസ്ക് എടുക്കണ്ടല്ലോ. ആശുപത്രിയിൽ നമ്മളെ കുട്ടിക്ക് ഇവിടെ ഒരു മുഴ വന്നു, ഡോക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചുരണ്ടി എടുക്കണം എന്ന് പറഞ്ഞു, ക്യാൻസർ ആണ്, നമ്മൾ ആ റിസ്ക് എടുക്കണ്ടല്ലോ. പഠനത്തിന് റിസ്ക് എടുക്കണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾ മറക്കാത്തൊരു സംഭവമല്ലേ
ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി സക്കാത്തിന്റെ ഓഹരിയായ കാരക്കിന്ന് വിശന്നിട്ട് കാരക്ക ഇങ്ങനെ എടുത്ത് വായിക്കിട്ട് ഇങ്ങനെ കടിച്ചതാണ്. നബി ഓടി വന്നിട്ട് വായക്ക് ഇങ്ങനെ പിടിച്ചു. നബി അങ്ങനെ ചെയ്യുന്ന മനുഷ്യനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവിരല് കൊണ്ട് നാവും ഉമിനീരടക്കം കാരക്ക വടിച്ചിങ്ങനെ എടുത്തു. കുട്ടി നിന്ന് കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്താ ഭാര്യ ചോദിച്ചേ? നബിയെ, കുട്ടിയല്ലേ, കാരക്കല്ലേ, പഴിച്ചിട്ടല്ലേ, അറിയില്ലല്ലോ ഇസ്ലാമിന്റെ നിയമം. നബി കുടുംബത്തിന് സക്കാത്തിന്റെ ഓഹരി തിന്നാൻ പറ്റില്ല. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചാണ്ട് പറഞ്ഞു, നോക്ക്, എന്റെ കുട്ടിയാണിത്, പേരക്കുട്ടിയല്ല, എന്റെ കുട്ടിയത്. അവൻ കരയണ ഓരോ കരച്ചിലിന്റെ നെഞ്ചത്ത് കൂടെ ചോര ഇറങ്ങണ പോലെയാണ്. എനിക്ക് സങ്കടമില്ലാന്ന് ഇനി പറയരുത്. പക്ഷെ എന്താ അറിയും, ഇന്നല്ലെങ്കിൽ നാളെ പരലോകത്തെങ്ങാൻ അല്ലാഹു വിചാരണക്കെടുത്തിട്ട് നബിയെ, നിങ്ങളെ കുടുംബത്തിന് മാതൃകയാകേണ്ട സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് നിങ്ങൾ നോക്കി നിൽക്കേ, നിങ്ങളെ പേരക്കുട്ടി കഴിച്ചപ്പം നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ കുട്ടി ഞാൻ നരകത്ത് പോണ ആ നരകണ്ടല്ലോ, ആ കരച്ചുണ്ടല്ലോ, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടുന്ന് 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ കുട്ടിയോ ഒളി നിർത്തുമല്ലോ, സാരല്ല. ഇതാണ് നിസ്കാരത്തിലും ദീനിലും ക്യാമ്പിലൊക്കെ പറഞ്ഞേക്കുന്ന വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഓലോട് നമ്മൾ പറയുമ്പോ നമുക്ക് ഇപ്പൊ സൗങ്ങളെ അവര് നമ്മളോട് പറയും മരട്ട് തന്താന്ന് പറയും. അങ്ങനെ തന്നെ പറയാം. ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കണ്ടിട്ടില്ല എന്ന് പറയാം. അങ്ങനെ നമ്മളും പറഞ്ഞിട്ടില്ല. ഇനിയോ നമ്മളെ ശക്തമായി മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനിയോ ആ ഉസ്താദ് ഇന്ന് അദ്ദേഹം പഠിപ്പിച്ച അലിഫ് അദ്ദേഹം പഠിപ്പിച്ചതേ ഓർമ്മയുള്ളൂ, അന്ന് നമ്മളെ കളിപ്പിച്ച പലരും ഓർമ്മയല്ല. അതിന്റെ അർത്ഥം എല്ലാവരും അടിക്കണം എന്നല്ലോ, തെറ്റാണ്, അതല്ല ശരി. പക്ഷേ ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾ ശിക്ഷണം നൽകണം. അതിന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ, നമ്മുടെ മഹലിലും നമ്മുടെ കുടുംബത്തും ഇങ്ങനത്തെ വാർത്ത കേൾക്കരുത്. പതിയെ കേട്ടു തുടങ്ങുന്നുണ്ട്. ദീനില്ലാത്തത് മാത്രം പ്രശ്നം അല്ല, ദീന് പരിസരത്തൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എത്താൻ ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ അവിടേക്ക് എത്തിക്കുക ബോധപൂർവം. പെൺകുട്ടികളും ആൺകുട്ടികളെയും ദീനിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഭാഗമാക്കുക. അപ്പൊ അവർക്ക് കൂട്ടുകെട്ടുണ്ടാവും. രക്ഷിതാക്കളെ, നമ്മളെ കുട്ടികൾക്ക് ദീനിയായി കൂട്ടുകെട്ടുണ്ടാണ്. ആ കൂട്ടുകെട്ടാണ് ഈ പ്രസ്ഥാനിക കൂട്ടുകെട്ട്, MSMന്റെ കൂട്ടുകെട്ട്, ISMന്റെ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞാൽ വെറും ബിസിനസിന്റെ ചങ്ങായിമാരും പന്തലിന്റെ ചങ്ങായിമാരും ക്ലബിന്റെ ചങ്ങായിമാരും മാത്രമായാൽ ഓർക്ക് കേൾക്കണ ഖുത്ബ അനുസരിച്ച് ജീവിക്കാൻ പൂതി ഉണ്ടാവും. പക്ഷെ നടക്കൂല, ഉറപ്പാ നടക്കൂല. നമ്മളങ്ങാടി ജീവിക്കണല്ലേ, നടക്കൂല. ഇവിടെ 7s 11s കാണാൻ നേരത്ത് എടാ ജമായത്തിൽ ഒരു 9 മണിക്കാ തുടങ്ങി, നമുക്ക് ഇന്ന് ജമായത്ത് കഴിഞ്ഞ് പോരാ. ഈ ഒരു ഖുത്ബോണ്ടൊക്കെ മാറിയിട്ട് എത്ര കാലം ഉണ്ടാവും? ഓനെ ചടപ്പിച്ച് സൈഡാക്കും, അവിടെ സൈഡാക്കും. നമുക്കറിയാലോ. അങ്ങനെ അങ്ങാടിന്ന് ഉണ്ടാകുക. അവിടെ ഒരാളെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയിട്ടൊന്ന് വരാം, ഇവിടെ നിന്ന് സീറ്റ് പിടിച്ചോണ്ടി എന്ന് പറയാൻ വേണ്ടിട്ട് ആളുണ്ടാകണം. അതിലേക്ക് നമ്മൾ എത്തിക്കണം. അതിനാണ് നമ്മൾ അള്ളാഹു നമ്മളെ വാപ്പിമ്യാക്കി വെച്ചത്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോകരുത്. ഒരു വാപ്പിമ്മിം ഒരു കുട്ടിക്ക് നൽകേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ ആ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് ആ ഖുർആൻ അൻഫുസക്കും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തുനിന്ന് കാത്തുരക്ഷിക്കണം എന്ന ആയത്തിന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനം എന്താ അറിയുന്നേ? വളരെ മനോഹരമായ വ്യാഖ്യാനാണ്. അല്ലിമു ഔലാദക്കും വഅദ്ദിബൂഹും, അവരെ വിജ്ഞാനം നൽകണം, മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം, അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കണം. അതൊക്കെ എത്തിച്ചതിന് ശേഷം വീണ്ടും വഴിതെറ്റാണെങ്കിൽ സാരല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിയതിനു ശേഷം പടച്ചോനെ മഹല്ലിൽ ഉണ്ടായിട്ടും ഖുത്ബയിൽ കേട്ടിട്ടും ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടം അതൊരു വേള മരണത്തിൽ അവസാനിക്കുകയാണെങ്കിൽ മരിക്കും വരെ നമ്മളെ വേട്ടയാടുന്ന സങ്കടം ബാക്കിയാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നാഥ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ മക്കൾ ദീനിന് മുന്നിൽ നടക്കുന്ന നല്ല മക്കളാക്കി മാറ്റി തീർക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വൈവാഹികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ.
അള്ളാഹുവേ അതിശക്തമായ കാലാവസ്ഥയിലെ ചൂടുണ്ട് റഹ്മാനായ നാഥ, നീ ഞങ്ങൾക്ക് തണുപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ചൂടിൽ നിന്ന് അല്പം മോചനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ചൂടിൽ നിന്ന് അല്പം മോചനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നാഥ നീ കബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ യുവാക്കൾ ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഹലാലായ മാർഗത്തിലുള്ള നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار.